1979 ലോകം അതുവരെ കാണാത്ത ഒരു പുതിയ കാഴ്ച കണ്ടു. ആധുനിക ലോകത്തിൽ ആദ്യമായി ഒരു മതരാഷ്ട്രം രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു. അതും വിപ്ലവത്തിലൂടെ. അമേരിക്കയുടെ പിന്തുണയുള്ള എണ്ണസമ്പത്തും ആധുനിക ആയുധങ്ങളും വിപുലമായ ഇന്റലിജൻസ് അപ്പാരറ്റസുമുള്ള ഒരു രാജാവ് തന്റെ സാമ്രാജ്യത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു. അതിർത്തി കടന്ന് പട്ടാളവ്യൂഹം വന്നപ്പോഴല്ല രാജാവ് പലായനം ചെയ്തത്. സ്വന്തം രാജ്യത്തെ പട്ടാളം കലാപം നടത്തിയിട്ടുമില്ല. ഒളിവിലിരുന്ന് നയിച്ച ഒരു മതപുരോഹിതനാണ് വേൾഡ് ഓർഡറിന്റെ ഗതി മാറ്റിയ ആ വിപ്ലവം സൃഷ്ടിച്ചത്. 1979 ഇസ്ലാമിക വിപ്ലവം കഴിഞ്ഞ് ഇറാനിൽ നിലവിൽ വന്നത് ലിബറൽ ഡെമോക്രസിയോ സോഷ്യലിസ്റ്റ് സ്റ്റേറ്റോ ആയിരുന്നില്ല. യൂറോപ്പിനേക്കാൾ ആധുനികമായിരുന്ന ഇറാൻ ദൈവശാസ്ത്രവും ദൈവത്തോടുള്ള ഭയവും നിയന്ത്രിക്കുന്ന മത റിപ്പബ്ലിക്കായി. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന തിയോക്രാറ്റിക് റിപ്പബ്ലിക്കിലൂടെ ലോക ചരിത്രത്തിലാദ്യമായി മോഡേൺ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് മതം കടന്നുകയറി. ഇറാനിലെ ഇസ്ലാമിക് റിപ്പബ്ലിക്ക് ഒരാഴ്ച മാത്രം നീണ്ട തെരുവ് വിപ്ലവത്തിലൂടെയല്ല സംഭവിച്ചത്. പതിറ്റാണ്ടുകൾ നീണ്ട സംഘർഷങ്ങളുടെയും മതത്തിന്റെ അഭിലാഷങ്ങളുടെയും അതിനേറ്റ അപമാനത്തിന്റെയും പ്രതിരോധത്തിന്റെയും വിശ്വാസത്തിന്റെയും ഫലമായിരുന്നു. 1979 മുൻപ് പഹ്ലവി രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായ ഷാ മുഹമ്മദ് റസ പഹ്ലവിയാണ് ഇറാന്റെ ഭരണാധികാരി. അന്ന് ഔദ്യോഗികമായി ഇറാൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയാണ്. അതായത് ഷാ ഒരു പാർലമെന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരിക്കുന്നത് എന്ന സങ്കല്പം. യഥാർത്ഥത്തിൽ അധികാരം കൊട്ടാരത്തിൽ മാത്രം കേന്ദ്രീകൃതമായിരുന്നു. ഒരു ആധുനികവാദി, സെക്യുലർ ദേശീയവാദി, ഇറാനിയൻ പരമാധികാരത്തിന്റെ സംരക്ഷകൻ, കമ്മ്യൂണിസത്തിനെതിരെയുള്ള മുൻനിര പോരാളി, ഇങ്ങനെയെല്ലാമാണ് രാജാവിനെ പാശ്ചാത്യ ലോകം വിശേഷിപ്പിച്ചിരുന്നത്. ജപ്പാനെയോ ദക്ഷിണ കൊറിയയോ പോലെ ഇറാനും ആധുനിക വ്യാവസായിക രാജ്യമാകണമെന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹം ആത്മാർത്ഥമായിരുന്നു എന്നത് സത്യമാണ്. അതിനാണ് രാജാവ് പാശ്ചാത്യ രാജ്യങ്ങളുമായി ചേർന്ന് നിന്നതും. ഇറാനെ സാംസ്കാരികമായി യൂറോപ്പിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ അദ്ദേഹം ആവിഷ്കരിച്ച ഏറ്റവും വലിയ പദ്ധതിയാണ് 1960കളിൽ ആരംഭിച്ച വൈറ്റ് റവല്യൂഷൻ. ഭൂപരിഷ്കരണം, സ്ത്രീകൾക്ക് വോട്ടവകാശം, സൗജന്യ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ വ്യാപനം, വ്യവസായവൽക്കരണം, പൊതുജീവിതത്തിൽ മതേതര മൂല്യങ്ങൾ കൊണ്ടുവരൽ എന്നിവയെല്ലാം വൈറ്റ് റവല്യൂഷനിൽ ഉണ്ടായിരുന്നു. ഇസ്ലാമിക മതപുരോഹിതന്മാരെ വൈറ്റ് റവല്യൂഷൻ വിറളി പിടിപ്പിച്ചു. മതം അപ്രസക്തമായി പോയിരുന്നു. മദ്രസകളിൽ മിക്കതും ഗ്രാന്റ് ലഭിക്കാതെ അടച്ചുപൂട്ടി. ആധുനികവൽക്കരണത്തിൽ ടെഹ്റാൻ അടക്കമുള്ള നഗരങ്ങൾ അതിവേഗം വികസിച്ചപ്പോൾ ഗ്രാമപ്രദേശങ്ങൾ വിസ്മരിക്കപ്പെട്ടു. പരമ്പരാഗത പേർഷ്യൻ ജീവിത രീതി തകർന്നു. ദശലക്ഷക്കണക്കിന് ഇറാനികൾ ജോലിയോ വീടോ ഇല്ലാതെ നഗരങ്ങളിലേക്ക് കുടിയേറി. അവരെല്ലാം പാശ്ചാത്യ ജീവിതശൈലി സ്വീകരിച്ചു. യാഥാസ്ഥിതിക ഇറാനികൾക്ക് പുരോഗതി എന്നത് സാംസ്കാരിക അടിച്ചമർത്തലായി തോന്നി. 1970കളിൽ ഇറാനിലെ എണ്ണസമ്പത്ത് വർദ്ധിച്ചു. പടിഞ്ഞാറ് നിന്ന് കണക്കില്ലാതെ പണം ഒഴുകി. എന്നിട്ടും അതിന്റെ ഗുണഫലങ്ങൾ ടെഹ്റാനിലെ എലൈറ്റ്സിൽ മാത്രമായി ഒതുങ്ങി. അഴിമതിയും പണപ്പെരുപ്പവും സാധാരണക്കാരെ തളർത്തി. ചെറിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം ഷാ അവ അടിച്ചമർത്തിയിരുന്നു. സവാക്ക് എന്ന രഹസ്യാന്വേഷണ ഏജൻസിയും സൈന്യവും രാജാവിനൊപ്പം നിന്നു. ഒടുക്കം രാജാവിന്റെ ശത്രുക്കളെല്ലാം ഒന്നിച്ചു. ഇസ്ലാമിക പണ്ഡിതർ, ഇടതുപക്ഷ മാർക്സിസ്റ്റുകൾ, ദേശീയവാദികൾ, സർവകലാശാല വിദ്യാർത്ഥികൾ, മധ്യവർഗമായ കച്ചവടക്കാർ, ഗ്രാമീണർ. അവർ പരമ്പരാഗതമായി എല്ലാ കാര്യങ്ങളിലും വിയോജിച്ചിരുന്നവരാണ്. ഒന്നൊഴികെ ഷാ പുറത്തു പോകണം. അവരുടെ നേതാവായിരുന്നു ആയതുള്ള റൂഹുള്ള ഖൊമൈനി. ഷിയ പുരോഹിതനായ ഖൊമൈനി രാജാവിനെ വിമർശിച്ചതിന്റെ പേരിൽ നാട് കടത്തപ്പെട്ട് ആദ്യം ഇറാഖിലും പിന്നീട് ഫ്രാൻസിലുമായി പ്രവാസത്തിലായിരുന്നു. ഷിയ ഇസ്ലാമിസ്റ്റുകൾ 1978 പ്രതിഷേധങ്ങൾ ശക്തമാക്കി. പണിമുടക്കുകൾ സമ്പദ് വ്യവസ്ഥയെ തളർത്തി. എണ്ണത്തൊഴിലാളികളും സമരത്തിൽ പങ്കുചേർന്നു. മാർഷൽ ലോ പരാജയപ്പെട്ടു. സൈന്യം നിഷ്പക്ഷത പാലിച്ചു. ഷാ ഒറ്റപ്പെടുകയും അന്താരാഷ്ട്ര പിന്തുണ നഷ്ടപ്പെടുകയും ചെയ്തു. 1979 ജനുവരിയിൽ ഷാ രാജാവ് ഇറാനിൽ നിന്ന് പലായനം ചെയ്തു. പിന്നീട് ഒരിക്കലും തിരിച്ചു വന്നില്ല. രാജഭരണം തകർന്നു. അധികാരം വിപ്ലവകാരികളിലേക്ക് വേഗത്തിൽ കൈമാറ്റം ചെയ്യപ്പെട്ടു. 1979 ഫെബ്രുവരി 1 ഖൊമൈനി ഇറാനിൽ തിരിച്ചെത്തി. ദശലക്ഷക്കണക്കിന് ഇറാനികളാണ് അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തിയത്. ആ ദിവസം മുതൽ ഇറാൻ മാറി, പശ്ചിമേഷ്യ മാറി, ലോകം മാറി. 1979 മാർച്ചിൽ നടന്ന റഫറണ്ടത്തിൽ 98% ഇറാനികൾ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനായി വോട്ട് ചെയ്തു. 2500 വർഷം പഴക്കമുള്ള പേർഷ്യൻ രാജവംശം ഇറാനിൽ അവസാനിച്ചു. സൈറസ് ദ ഗ്രേറ്റിലും അക്കിമേനൈഡ് സാമ്രാജ്യത്തിലും തുടങ്ങുന്ന 2500 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യത്തിനാണ് വിരാമമായത്. അടുത്ത ദിവസം ഇറാന്റെ പുതിയ വ്യവസ്ഥിതിയുടെ കേന്ദ്രബിന്ദു വിലായത്തി ഫത്തി നിലവിൽ വന്നു. വിലായത്ത് എന്നാൽ രക്ഷാകർതൃത്വം അല്ലെങ്കിൽ അധികാരം എന്നാണ്. ഫക്കി എന്നാൽ ഷിയ നിയമത്തിൽ പരിശീലനം ലഭിച്ച പണ്ഡിതൻ.
ഈ സിദ്ധാന്തം പറഞ്ഞത് 12ാമത്തെ ഷിയ ഇമാം അദൃശ്യനായിരിക്കുന്ന ആധുനിക കാലഘട്ടത്തിൽ നീതിയും ഇസ്ലാമിക ക്രമവും ഉറപ്പാക്കാൻ യോഗ്യനായ ഒരു ഇസ്ലാമിക് ജൂറിസ്റ്റ് വേണം ഇനി സമൂഹത്തെ ഭരിക്കാൻ എന്നാണ്. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് മുൻപ് ഭൂരിഭാഗം ഷിയ പണ്ഡിതരും മതനേതാക്കൾ രാജ്യം ഭരിക്കുന്നതിനെ അനുകൂലിച്ചിരുന്നില്ല. എന്നാൽ ആയത്തുള്ള റൂഹുള്ള ഖൊമേനി ഷിയ രാഷ്ട്രീയ ദൈവശാസ്ത്രത്തെ പുനർവ്യാഖ്യാനിച്ചു. മതം എന്നത് വെറും വ്യക്തിവിശ്വാസമല്ല, രാജ്യം ഭരിക്കാനുള്ള സമ്പൂർണ്ണ വ്യവസ്ഥയാണെന്ന് അദ്ദേഹം വാദിച്ചു. ഇറാൻ വത്തിക്കാനെ പോലെ ശുദ്ധമായ തിയോക്രസിയോ അല്ലെങ്കിൽ ഫ്രാൻസിനെ പോലെ സ്റ്റാൻഡേർഡ് ഡെമോക്രസിയോ ആയി മാറിയില്ല. പകരം ഒരു ഹൈബ്രിഡ് പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ വഴി സ്വീകരിച്ചു. പോപ്പുലർ സോവറിനിറ്റിക്ക് വേണ്ടി തിരഞ്ഞെടുപ്പുകൾ നടത്തുമെന്നും ഇതിന് മതപണ്ഡിതരുടെ മേൽനോട്ടമുണ്ടാകുമെന്നും ഖൊമേനി പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിന്റെ ഭരണഘടന 2 സമാന്തര അധികാര ഘടനകൾ സൃഷ്ടിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റും പാർലമെന്റും അടങ്ങുന്ന ഒരു വ്യവസ്ഥ, മതം പഠിച്ച സുപ്രീം ലീഡറും ഗാർഡിയൻ കൗൺസിലും ഉൾപ്പെടുന്ന മറ്റൊന്ന്. ഇറാനിൽ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാം, എന്നാൽ വോട്ടിംഗ് ഇസ്ലാമിക വ്യവസ്ഥിതി അംഗീകരിച്ച പരിധിക്കുള്ളിലായിരിക്കണം. ഇറാനിലെ ഏറ്റവും ശക്തമായ പൊളിറ്റിക്കൽ പൊസിഷൻ പ്രസിഡന്റ് അല്ല, വലി ഫഖി എന്ന സുപ്രീം ലീഡറുടേതാണ്. ആയത്തുള്ള ഖൊമേനിയാണ് ആദ്യ സുപ്രീം ലീഡറായത്. ആർമി, IRGC, ബാസിച്ച് എന്നിവയടങ്ങുന്ന സായുധ സേന, ജുഡീഷ്യറി, സ്റ്റേറ്റ് മീഡിയ എന്നിവയുടെ അധികാരം സുപ്രീം ലീഡർക്കാണ്. പ്രധാന മത സൈനിക പദവികളിലെ നിയമനങ്ങളും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ അംഗീകാരവും അദ്ദേഹമാണ് നടത്തുന്നത്. ചുരുക്കത്തിൽ സുപ്രീം ലീഡർ ഭരണനിർവഹണം, നിയമനിർമ്മാണം, നീതിന്യായം എന്നീ 3 വ്യവസ്ഥകൾക്കും മുകളിലാണ്. അദ്ദേഹത്തെ ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്നതല്ല. ഭരണകാലത്തിന് പരിധിയുമില്ല. ഖൊമേനിക്ക് ശേഷം 1989 അലി ഖമേനിയാണ് 2ാം സുപ്രീം ലീഡറായത്. അദ്ദേഹം ഇന്നും ആ പദവിയിൽ തുടരുന്നു. ഇറാനിലെ രാഷ്ട്രീയ മാറ്റങ്ങളെ നിയന്ത്രിക്കുന്നത് 12 അംഗങ്ങളുള്ള ഗാർഡിയൻ കൗൺസിലാണ്. പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ ഇസ്ലാമിനും ഭരണഘടനയ്ക്കും വിരുദ്ധമല്ലെന്ന് പരിശോധിക്കാനുള്ള വെറ്റിംഗ് ലോസ് അധികാരം ഇവർക്കുണ്ട്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ ഇവർ മോണിറ്റർ ചെയ്യും. ഇസ്ലാമിനോടോ വിപ്ലവത്തോടോ കൂറില്ലെന്ന് തോന്നിയാൽ ഗാർഡിയൻ കൗൺസിലിന് ആരെയും അയോഗ്യരാക്കാം. അതായത് ജനങ്ങൾക്ക് വോട്ട് ചെയ്യാം, പക്ഷേ സ്ഥാനാർത്ഥികൾ നേരത്തെ തന്നെ ഫിൽട്ടർ ചെയ്യപ്പെട്ടവരായിരിക്കും. 3ാമത്തെ വ്യവസ്ഥയാണ് അസംബ്ലി ഓഫ് എക്സ്പേർട്സ്. തിയറി അനുസരിച്ച് സുപ്രീം ലീഡറെ തിരഞ്ഞെടുക്കാനും അദ്ദേഹത്തിന്റെ പ്രവർത്തനം നിരീക്ഷിക്കാനും അധികാരമുള്ള സമിതിയാണിത്. എന്നാൽ പ്രയോഗത്തിൽ ഇവർ സുപ്രീം ലീഡറോട് കൂറുള്ള ഒരു ഡമ്മി ബോഡി മാത്രമാണ്. കാരണം ഈ സമിതിയിലേക്ക് മത്സരിക്കുന്നവരെയും ഗാർഡിയൻ കൗൺസിലാണ് പരിശോധിക്കുന്നത്. ഗാർഡിയൻ കൗൺസിലിനെ നിയന്ത്രിക്കുന്നത് സുപ്രീം ലീഡറാണ്. പ്രതിഷേധങ്ങൾക്കും ഉപരോധങ്ങൾക്കും ആഭ്യന്തര വിയോജിപ്പുകൾക്കുമിടയിൽ 4 പതിറ്റാണ്ടിലേറെയായി ഈ വ്യവസ്ഥിതി നിലനിൽക്കുന്നു. സുരക്ഷാ സേനകൾക്ക്, പ്രത്യേകിച്ച് റവല്യൂഷണറി ഗാർഡ്സിന് മതവ്യവസ്ഥയോടുള്ള കൂറാണ് അതിന് കാരണം. 1979 ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷം ആയത്തുള്ള ഖൊമേനി നാടുവിട്ടുപോയ ഷാ രാജാവിനെ സേവിച്ചിരുന്ന സാധാരണ സൈന്യമായ ആർട്ടേഷിനെ വിശ്വസിച്ചിരുന്നില്ല. വിപ്ലവത്തെ സംരക്ഷിക്കാൻ ഖൊമേനി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്ന IRGC രൂപീകരിച്ചു. ഈ സേനാ വിഭാഗത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റിൽ പ്രൊഫഷണൽ സോൾജിയറിങ്ങിനേക്കാൾ സുപ്രീം ലീഡറോടുള്ള കൂറിനാണ് പ്രാധാന്യം നൽകിയത്. 1980 ഇറാൻ ഇറാഖ് യുദ്ധസമയത്ത് റിപ്പബ്ലിക്കൻ ഗാർഡ്സ് വൻതോതിൽ വിപുലീകരിക്കപ്പെട്ടു. ഈ യുദ്ധം IRGCക്ക് ലെജിറ്റിമസിയും വീരപരിവേഷവും രാഷ്ട്രീയ സ്വാധീനവും നൽകി. IRGC ഇന്ന് വെറുമൊരു സൈനിക ശക്തി മാത്രമല്ല. ഇറാൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ മാനുഫാക്ചറിംഗ്, എണ്ണ, ടെലികോം, തുറമുഖങ്ങൾ എന്നിവ നിയന്ത്രിക്കുന്നത് ഇന്ന് IRGCയാണ്. ഗുഡ്സ് ഫോഴ്സ് എന്ന മിലിറ്ററി ഇന്റലിജൻസ് വഴി അവർ വിദേശ ഓപ്പറേഷനുകളും നടത്തുന്നു. ഐഡിയോളജിക്കൽ ഗാർഡിയൻ ക്ലാസ് എന്ന ഓമന പേരിൽ തിരഞ്ഞെടുപ്പുകളെ പരോക്ഷമായി സ്വാധീനിക്കുന്നു. ലോകത്ത് ആരും കേൾക്കാത്ത ശമ്പളവും ആനുകൂല്യങ്ങളും നൽകി മതം സംരക്ഷിക്കാൻ മസിൽ പവറുള്ള റിപ്പബ്ലിക്കൻ കൂലിപ്പട്ടാളത്തെ മാത്രമല്ല ഖൊമേനി സൃഷ്ടിച്ചത്. അതിന്റെ അർദ്ധസൈനിക വിഭാഗമായ ബാസിജ് മിലീഷ്യ കുപ്രസിദ്ധമാണ്. സ്വന്തം ജനതയെ അടിച്ചമർത്താൻ വേണ്ടി എവരിഡേ എൻഫോഴ്സ്മെന്റ് ഓഫ് ഐഡിയോളജിക്ക് ഉപയോഗിക്കാനുള്ളതാണ് ഈ വിഭാഗം. കൗമാരക്കാർ, വിദ്യാർത്ഥികൾ, സാധാരണ പൗരന്മാർ തുടങ്ങി ആരോഗ്യമുള്ള മതവിശ്വാസികൾക്കെല്ലാം ഇതിൽ അംഗമാകാം. ഇസ്ലാമിക വിപ്ലവം സംരക്ഷിക്കാൻ സമൂഹത്തെ സജ്ജമാക്കുക, അതാണ് അവരുടെ ദൗത്യം. തെരുവുകളിലും ക്യാമ്പസുകളിലും തൊഴിലിടങ്ങളിലും മതം സംരക്ഷിക്കുന്നത് ബാസിജ് മിലിഷ്യയാണ്. പ്രതിഷേധങ്ങൾ അടിച്ചമർത്തുക, സദാചാര പോലീസിംഗ് ശക്തമാക്കുക, പ്രതിവിപ്ലവകാരികളെ നിരീക്ഷിക്കുക എന്നിവയെല്ലാം അവർ സുപ്രീം ലീഡർക്ക് വേണ്ടി ചെയ്യുന്നു. ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാനിൽ യോഗ്യതയേക്കാൾ വിശ്വാസ്യതയ്ക്ക് മുൻതൂക്കം ലഭിച്ചു. അതിന് പറയുന്ന പേരാണ് ഗോസിനേഷ്. സർക്കാർ ജോലികൾ, ഉന്നത വിദ്യാഭ്യാസം, സൈന്യത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റ്, മാധ്യമ പ്രവർത്തനം എന്നിവയ്ക്കെല്ലാം മതത്തോടും പൗരോഹിത്യത്തോടും കൂറ് നിർബന്ധമാണ്.
തുടക്കം മുതൽ ഇസ്ലാമിക റിപ്പബ്ലിക്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഗോസിനേഷൻ നയമാണ്. കഴിവുള്ള നിരവധി ഇറാനികൾ രാജ്യം വിട്ടു. ന്യൂനപക്ഷങ്ങൾ അപ്രസക്തമായി. സെൽഫ് റിപ്ലിക്കേറ്റിംഗ് എലൈറ്റ് എന്ന തിന്നുകൊഴുത്ത മതസേവകരെ ഈ വ്യവസ്ഥ സൃഷ്ടിച്ചു. പരിഷ്കരണവാദികളോ സെക്യുലറോ ആയ ശബ്ദങ്ങളെ ഭരണകൂടം നിരന്തരം ഫിൽട്ടർ ചെയ്ത് നീക്കം ചെയ്യുന്നു. ഇറാനിലെ കോടതികൾ നോക്കൂ. ഷാ പഹ്ലവി രാജാവിന്റെ ഭരണകാലത്ത് ഇറാനിലെ കോടതികൾ സ്വേച്ഛാധിപത്യപരമായിരുന്നെങ്കിലും ഫ്രഞ്ച് സിവിൽ നിയമങ്ങളിൽ നിന്നും പാശ്ചാത്യ നിയമശാസ്ത്രത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട മതേതര നിയമചട്ടക്കൂടാണ് അത് പിന്തുടർന്നിരുന്നത്. അന്ന് ജഡ്ജിമാർ തലപ്പാവുകൾക്ക് പകരം സ്യൂട്ടുകൾ ധരിച്ചു. മതം കോടതി മുറികൾക്ക് പുറത്തായിരുന്നു. വിപ്ലവം ആ അതിർവരമ്പുകളെ തകർത്തു. ആയത്തുള്ള റൂഹുള്ള ഖൊമൈനിയുടെ കാഴ്ചപ്പാടിൽ നിയമം മനുഷ്യർ രൂപകൽപ്പന ചെയ്യുന്ന ഒന്നല്ല, അത് ദൈവം നേരത്തെ എഴുതിയതാണ്. നിയമം മാറ്റി എഴുതാൻ മനുഷ്യർക്ക് അധികാരമില്ല. 1979 ശേഷം ഇറാനിൽ നീതി എന്നത് എത്രത്തോളം ന്യായം അക്കാര്യത്തിലുണ്ട് എന്ന ചോദ്യം അവസാനിപ്പിച്ചു. പകരം എത്രമാത്രം ഇസ്ലാമികമാണ് ആ നിയമം എന്നത് മാത്രമായി ചോദ്യം. അങ്ങനെ ആധുനിക ലോകത്തിലെ ഏറ്റവും സമൂലമായ നിയമപരിവർത്തനങ്ങളിലൊന്ന് അവിടെ ആരംഭിച്ചു. ഇറാൻ സമ്പൂർണ്ണ ശരിയ നിയമം സ്വീകരിച്ചു. ഇസ്ലാമിന് മുകളിൽ ഒരു നിയമത്തിനും നിലനിൽപ്പില്ല. എല്ലാ നിയമനിർമ്മാണങ്ങളും ഇസ്ലാമിക മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണമെന്ന് 1979 ഭരണഘടന വ്യക്തമായി പ്രസ്താവിക്കുന്നു. ഇസ്ലാമിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതല്ല, ഇസ്ലാമിന് അനുയോജ്യമായതെന്നല്ല, മറിച്ച് ഇസ്ലാമിൽ നിന്ന് ഉത്ഭവിച്ചത് തന്നെയായിരിക്കണം. ഇത് നടപ്പിലാക്കുന്നതിനായി ഗാർഡിയൻ കൗൺസിലിന് സമ്പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. പാർലമെന്റ് പാസാക്കുന്ന ഓരോ നിയമവും മതത്തിന്റെ കണ്ണിൽ അവർ സ്ക്രീൻ ചെയ്യും. നിയമം ശരിയയ്ക്ക് വിരുദ്ധമാണെങ്കിൽ, അല്ലെങ്കിൽ ശരിയയുടെ പ്രത്യേക വൈദിക വ്യാഖ്യാനത്തിന് വിരുദ്ധമാണെങ്കിൽ അത് നിരസിക്കപ്പെടും. ആധുനിക മനുഷ്യന്റെ കോടതികൾ രാഷ്ട്രീയത്തിന് മുകളിൽ നിൽക്കാൻ രൂപകൽപ്പന ചെയ്തവയാണ്. വിപ്ലവാനന്തര ഇറാനിലാകട്ടെ കോടതികൾ സുപ്രീം ലീഡർക്ക് താഴെ നിൽക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. നീതിന്യായ വിഭാഗത്തിന്റെ തലവൻ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളല്ല, പാർലമെന്റ് അംഗീകരിക്കുന്ന ആളുമല്ല. രാജ്യത്തെ പരമോന്നത മതരാഷ്ട്രീയ അധികാര കേന്ദ്രമായ സുപ്രീം ലീഡർ നേരിട്ട് നിയമിക്കുന്ന വ്യക്തിയാണ്. ജഡ്ജിമാർ ഇസ്ലാമിക നിയമശാസ്ത്രത്തിൽ അറിവുള്ളവരായിരിക്കണം എന്ന് മാത്രമല്ല, വ്യവസ്ഥിതിയോട് പ്രത്യയശാസ്ത്രപരമായി കൂറുള്ളവരുമായിരിക്കണം. ഇറാനിൽ നീതി വെർട്ടിക്കലാണ്. അത് ദൈവത്തിൽ നിന്ന് സുപ്രീം ലീഡറിലേക്കും അവിടെ നിന്ന് കോടതികളിലേക്കും ഒടുവിൽ ജനങ്ങളിലേക്കും ഒഴുകി. വിപ്ലവത്തിന് തൊട്ടു പിന്നാലെയുള്ള അരാജകത്വത്തിൽ ഇറാൻ റവല്യൂഷണറി കോർട്സ് രൂപീകരിച്ചിരുന്നു. അവിടെ ജൂറിയില്ല, അഭിഭാഷകർക്ക് നിയന്ത്രിത പ്രവേശനം മാത്രം. മിക്കപ്പോഴും നടക്കുന്നത് രഹസ്യ വിചാരണകളാണ്. ദൈവത്തിന്റെ ശത്രുക്കൾ അഥവാ മെഹ്റബ് എന്ന് ആരോപിക്കപ്പെടുന്നവരെയാണ് അവർ വിചാരണ ചെയ്തത്. മുൻ ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പ്രവർത്തകർ, പത്രപ്രവർത്തകർ, പ്രതിഷേധക്കാർ, അല്ലെങ്കിൽ ഇസ്ലാമിക ക്രമത്തിന് ഭീഷണിയാണ് എന്ന് ആരോപിക്കപ്പെടുന്ന ആരെയും ഉൾപ്പെടുത്താൻ കഴിയുന്നത്ര വിപുലമായ പദമാണിത്. ശിക്ഷകൾ മണിക്കൂറുകൾക്കുള്ളിൽ പ്രഖ്യാപിക്കും. അപ്പീലുകളില്ല. നീതിയുടെ വേഗത വിപ്ലവകരമായ കാര്യക്ഷമതയായി ഇറാനിലെ പുരോഹിതർ ആഘോഷിച്ചു. ഓർക്കണം, വേഗത്തിലുള്ള വിചാരണയും ശിക്ഷയും ഏറ്റവും വലിയ നീതി നിഷേധമാണ്. ഇറാനിയൻ നിയമത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങളിലൊന്നാണ് പ്രതികാര നീതി എന്ന കിസാസ്, കണ്ണിന് കണ്ണ് എന്ന നീതി. കൊലപാതകം അല്ലെങ്കിൽ ശാരീരിക ഉപദ്രവം പോലുള്ള കുറ്റകൃത്യങ്ങൾക്ക് തുല്യമായ പ്രതികാരം ചെയ്യാൻ ഇത് ഇരയുടെ കുടുംബത്തെ അനുവദിക്കുന്നു. കൊലപ്പെടുത്തിയ വ്യക്തിക്ക് വധശിക്ഷ നൽകണമെന്ന് കുടുംബത്തിന് ആവശ്യപ്പെടാം. ഒരാൾ മറ്റൊരാളെ അന്ധനാക്കിയാൽ പകരം അയാളെയും അന്ധനാക്കാൻ നിയമം അനുവദിക്കുന്നു. ഇത് പ്രതീകാത്മകമല്ല, അക്ഷരാർത്ഥത്തിലുള്ളതാണ്. മർദ്ദനം ഒരു ഭരണകൂട ഇടപാടായി മാറുന്നു എന്നതാണ് ഖിസാസിനെ ഭയപ്പെടുത്തുന്ന ഒന്നാക്കുന്നത്. ഇരയുടെ കുടുംബം ബ്ലഡ് മണി സ്വീകരിച്ചാൽ കുറ്റവാളിക്ക് മാപ്പ് നൽകാം, കരുണയുള്ള നിയമം എന്ന് തോന്നിപ്പിക്കാൻ. ബ്ലഡ് മണിയിൽ എല്ലാ ജീവനുകൾക്കും തുല്യമൂല്യമല്ല. ശരിയയിൽ ഒരു സ്ത്രീയുടെ ദിയ പുരുഷന്റേതിന്റെ പകുതിയാണ്. നിയമം ഒരു ശിക്ഷാക്രമം മാത്രമല്ല, അതൊരു കണക്ക് പുസ്തകമായി മാറി. എന്നിട്ട് എല്ലാ നിയമങ്ങളും കോടതി മുറികളിൽ നടപ്പിലായോ? ഇല്ല, മിക്കവയും നടന്നത് തെരുവിലാണ്. ഇസ്ലാമിക ധാർമ്മികത, പ്രത്യേകിച്ച് വസ്ത്രധാരണ രീതികളും ലിംഗവിവേചനങ്ങളും നടപ്പിലാക്കുന്നതിനായി ഗഷ്തി ഇർഷാദ് എന്ന ഗൈഡൻസ് പട്രോൾ സ്ഥാപിതമായി. സദാചാര പോലീസിംഗ്, സ്ത്രീകളുടെ മുടി, പുരുഷന്മാരുടെ വസ്ത്രധാരണം, പൊതു ഇടപെടലുകൾ, സംഗീതം, മേക്കപ്പ്, ചിരി എല്ലാം നിയമത്തിന്റെ നിരീക്ഷണത്തിലായി. ആധുനിക ഇറാനിൽ നിയമം എന്നത് കുറ്റം ചെയ്യുമ്പോൾ മാത്രം അഭിമുഖീകരിക്കുന്ന ഒന്നല്ല. ഏറ്റവും വിവാദമുണ്ടാക്കിയ നിയമമാറ്റം കുറ്റകൃത്യങ്ങളുടെ ഉത്തരവാദിത്ത പ്രായം കുറച്ചതാണ്. വിപ്ലവത്തിന് ശേഷം പെൺകുട്ടികൾ 9 വയസ്സാകുമ്പോഴും ആൺകുട്ടികൾ 15 വയസ്സാകുമ്പോഴും മുതിർന്നവർക്കുള്ള അതേ ശിക്ഷ അനുഭവിക്കണം. ഇതിനർത്ഥം കുട്ടികളെ ഇസ്ലാമിക നിയമപ്രകാരം വിചാരണ ചെയ്യാനും ശിക്ഷിക്കാനും വധിക്കാനും കഴിയുമെന്നാണ്. ഇസ്ലാമിക വിപ്ലവം നടന്നയുടൻ പാശ്ചാത്യ നിയമങ്ങളിൽ പരിശീലനം സിദ്ധിച്ച ആയിരക്കണക്കിന് ജഡ്ജിമാരെ വിപ്ലവകാരികൾ പുറത്താക്കിയിരുന്നു. അവരുടെ കുറ്റം അഴിമതിയോ അജ്ഞതയോ അല്ല, നേടിയ വിദ്യാഭ്യാസമാണ്. നിയമത്തെ ഒരു മാനുഷിക ശാസ്ത്രമായി പഠിച്ചവരായിരുന്നു അവർ. പുതിയ വ്യവസ്ഥിതിക്ക് ആവശ്യം സിവിൽ കോഡുകളല്ല, ഫിഖ് എന്ന ഇസ്ലാമിക നിയമശാസ്ത്രം അറിയുന്ന മതപാഠശാലകളിൽ നിന്ന് പരിശീലനം നേടിയവരെയായിരുന്നു.
ഇറാനിലെ കോടതികളിൽ ഒരു സ്ത്രീയുടെ മൊഴിക്ക് പുരുഷന്റെ മൊഴിയുടെ പകുതി വിലയേയുള്ളൂ. സത്യത്തിന് പോലും ലിംഗഭേദം കൽപ്പിക്കപ്പെട്ടു. ഒരു സ്ത്രീ പുരുഷൻ കാണുന്ന അതേ കാര്യം കാണുകയും കേൾക്കുകയും ചെയ്തേക്കാം. പക്ഷേ നിയമത്തിൽ അവളുടെ ശബ്ദം പകുതി മാത്രമേ കേൾക്കൂ. 1979 ശേഷം ഏറ്റവും അധികം വധശിക്ഷ നടപ്പാക്കിയ രാജ്യമാണ് ഇറാൻ. കൊലപാതകത്തിന് മാത്രമല്ല, മയക്കുമരുന്ന് കടത്ത്, രാഷ്ട്രീയ വിയോജിപ്പ്, ചാരവൃത്തി, ധാർമ്മിക കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കെല്ലാം വധശിക്ഷയാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക്ക് നിയമത്തെ ഇല്ലാതാക്കിയില്ല, പകരം അതിനെ പവിത്രമാക്കി. കോടതികൾ ദൈവവും ഭരണകൂടവും കണ്ടുമുട്ടുന്ന ഇടങ്ങളായി മാറി. സാധാരണ പൗരന്മാർ അവിടെ ഒറ്റയ്ക്കായി. ഇനി സാംസ്കാരിക പരിവർത്തനത്തിലേക്ക് പോകാം. 1979 മുൻപ് പാരീസിയൻ കഫേകളിലും ഹോളിവുഡ് സിനിമകളിലും പാശ്ചാത്യ ആധുനികതയിലും സ്വന്തം സ്വത്തും കണ്ടിരുന്ന ഒരു രാജ്യത്തോട് പെട്ടെന്നൊരു ദിവസം ഉള്ളിലേക്ക് നോക്കാൻ മതം ആവശ്യപ്പെട്ടു. വിശ്വാസത്തിലേക്കും രക്തസാക്ഷിത്വത്തിലേക്കും ത്യാഗത്തിലേക്കും പ്രതിരോധത്തിലേക്കും. ഒരു ഷായെ പുറത്താക്കിയതുകൊണ്ട് മാത്രം ആ വിപ്ലവം തൃപ്തിപ്പെട്ടില്ല. ആധുനിക പേർഷ്യക്കാരനെ തന്നെ മാറ്റി എഴുതാനാണ് അത് ആഗ്രഹിച്ചത്. പിന്നീടൊരു സാംസ്കാരിക വിപ്ലവം നടന്നു. 1980-നും 83-നും ഇടയിൽ ഇസ്ലാമിക് റിപ്പബ്ലിക്ക് 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സോഷ്യൽ എഞ്ചിനീയറിംഗ് പദ്ധതികളിലൊന്നിന് തുടക്കം കുറിച്ചു. ദൈനംദിന ജീവിതത്തിൽ നിന്ന് പാശ്ചാത്യ സ്വാധീനം തുടച്ചു നീക്കുകയും പകരം ഒരു ഇസ്ലാമിക ധാർമ്മിക ക്രമം സ്ഥാപിക്കുകയും ചെയ്യുക. ഇത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചില്ല. സ്കൂളുകൾ, വസ്ത്രധാരണം, സംഗീതം, സിനിമ, കുടുംബം, ഭയം, വിശ്വാസം എന്നിവയിലൂടെ പടിപടിയായാണ് നടപ്പിലാക്കിയത്. ഇനി മുതൽ പൊതു ഇടങ്ങൾ ഇസ്ലാമിക മൂല്യങ്ങളുടേതാണ് എന്ന് പ്രഖ്യാപിച്ച് നിർബന്ധിത ഹിജാബ് നടപ്പാക്കി. മുസ്ലിം, ക്രിസ്ത്യൻ, ജൂത, സ്വരാഷ്ട്രീയൻ സ്ത്രീകളെല്ലാം പൊതുസ്ഥലങ്ങളിൽ മുടി മറയ്ക്കണമെന്ന് ഇറാനിയൻ നിയമം അനുശാസിക്കുന്നു. ചിലർക്ക് ഹിജാബ് അന്തസ്സും സ്വത്തുബോധവും നൽകിയപ്പോൾ മറ്റുള്ളവർക്ക് അത് തിരഞ്ഞെടുക്കാനുള്ള അവകാശത്തിന്റെ നിഷേധമായി. എങ്കിലും വിരോധാഭാസം പോലെ പിന്നീട് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും കൂടുതൽ ആധുനിക വിദ്യാഭ്യാസം സിദ്ധിച്ചവരും സാമൂഹികമായി സജീവവുമായ സ്ത്രീകളായി ഇവർ മാറി. രൂപഭാവങ്ങളെ നിയന്ത്രിച്ച അതേ വ്യവസ്ഥിതി തന്നെ അറിഞ്ഞോ അറിയാതെയോ ബൗദ്ധികമായ പ്രതിരോധത്തെയും വളർത്തിയെടുത്തു. 2022 മഹ്സ അമിനി കൊല്ലപ്പെട്ടതിന് ശേഷം ഉണ്ടായ സ്ത്രീകളുടെ വിപ്ലവം ഓർമ്മയില്ലേ? സ്കൂളുകളിലും ബസ്സുകളിലും സർവകലാശാലകളിലും ബീച്ചുകളിൽ പോലും പുരുഷന്മാരും സ്ത്രീകളും വിഭജിക്കപ്പെട്ടു. പൂർണ്ണമായും ഒറ്റപ്പെട്ടല്ലെങ്കിലും കർശനമായി നിയന്ത്രിക്കപ്പെട്ടു. സാംസ്കാരിക വിപ്ലവത്തിലെ ഏറ്റവും നാടകീയമായ നീക്കം സർവകലാശാലകൾ അടച്ചുപൂട്ടിയതാണ്. വിപ്ലവം കഴിഞ്ഞ് 3 വർഷത്തോളം ഇറാനിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നു. ക്യാമ്പസുകൾ ശുദ്ധീകരിക്കപ്പെട്ടു. പ്രൊഫസർമാർ ചോദ്യം ചെയ്യപ്പെട്ടു, പുറത്താക്കപ്പെട്ടു, അല്ലെങ്കിൽ നാടുകടത്തപ്പെട്ടു. ലിബറൽ ചിന്താഗതിക്കാരും മാർക്സിസ്റ്റുകളും മതേതര ബുദ്ധിജീവികളും ഐഡിയോളജിക്കൽ ഭീഷണികളായി മുദ്രകുത്തപ്പെട്ടു. സർവകലാശാലകൾ പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട വരേണ്യവർഗത്തെ സൃഷ്ടിക്കുന്ന ഫാക്ടറികളാണ് എന്നാണ് ഭരണകൂടം വിശ്വസിച്ചത്. സർവകലാശാലകൾ വീണ്ടും തുറന്നപ്പോൾ അവ പഴയതുപോലെ ആയിരുന്നില്ല. പാഠപുസ്തകങ്ങൾ മാറ്റിയെഴുതി. സോഷ്യോളജി, ഫിലോസഫി, ഹിസ്റ്ററി എന്നിവയെല്ലാം ഇസ്ലാമിക സാമ്രാജ്യത്വ വിരുദ്ധ വീക്ഷണകോണിലൂടെ പുനർനിർമ്മിക്കപ്പെട്ടു. അടിച്ചമർത്തലുകൾക്കിടയിലും ചില നേട്ടങ്ങൾ നിഷേധിക്കാനാവില്ല. ഇസ്ലാമിക് റിപ്പബ്ലിക്ക് ഗ്രാമീണ മേഖലകളെയും സ്ത്രീകളെയും ലക്ഷ്യമിട്ട് വലിയ സാക്ഷരതാ ക്യാമ്പയിനുകൾ നടത്തി. ഒരിക്കലും വിദ്യാലയങ്ങൾ കണ്ടിട്ടില്ലാത്ത ഗ്രാമങ്ങളിൽ സ്കൂളുകൾ വന്നു. ഗ്രാമീണ ആരോഗ്യ ശൃംഖലകൾ വിപുലീകരിക്കപ്പെട്ടു. ശിശുമരണ നിരക്ക് കുറയുകയും ശരാശരി ആയുസ് വർദ്ധിക്കുകയും ചെയ്തു. ഇറാൻ വെറുമൊരു തടവറയായിരുന്നില്ല, വിരോധാഭാസമായിരുന്നു. നിയന്ത്രണവും കരുതലും ഒരേപോലെ കൊണ്ടുപോകുന്ന ഒരു വ്യവസ്ഥിതി. സംഗീതം മതത്തിന് അപകടമാണ്. പാശ്ചാത്യ പോപ്പ്, റോക്ക് സംഗീതങ്ങൾ ഇറാനിൽ നിരോധിച്ചു. സിനിമ നിലനിന്നെങ്കിലും കർശനമായ സെൻസർഷിപ്പിന് വിധേയമായി. എന്നിട്ടും ഇറാനിയൻ സിനിമ അന്താരാഷ്ട്ര പ്രശംസ നേടി. നിയന്ത്രണങ്ങൾക്കിടയിൽ സംവിധായകർ സിംബോളിസത്തിലൂടെയും നിശബ്ദതയിലൂടെയും സംസാരിക്കാൻ പഠിച്ചു. ഒരു ലളിതമായ കഥ പോലും രാഷ്ട്രീയ പ്രസ്താവനയായി മാറി. നിയന്ത്രണങ്ങൾ സർഗാത്മകതയെ പോഷിപ്പിച്ചു. അബ്ബാസ് കിരസ്തോമിയും മക്മൽ ബഫും അസ്കർ ഫർഹാദിയും ജാഫർ പനാഹിയും മജീദ് മജീദിയുമെല്ലാം മലയാളിയുടെ ആസ്വാദന നിലവാരത്തിന്റെ മീറ്ററുകളായി. വിപ്ലവാനന്തരം മദ്യം പൂർണ്ണമായും നിരോധിച്ചു. വിദേശ TV ചാനലുകൾ നൽകുന്ന സാറ്റലൈറ്റ് ഡിഷുകൾ പിടിച്ചെടുക്കാൻ മതപോലീസ് പരിശോധനകൾ നടത്തി. ജനങ്ങൾ അവ ഒളിപ്പിച്ചു വെച്ചു. പിന്നീട് ഇന്റർനെറ്റ് വന്നപ്പോൾ ഇറാൻ ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ സെൻസർഷിപ്പ് സംവിധാനമാണ് നിർമ്മിച്ചത്. എന്നിട്ടും VPN വഴിയും പ്രോക്സികൾ വഴിയും ഡിജിറ്റൽ പ്രതിരോധം തീർക്കുന്നതിൽ ഇറാനികൾ വിദഗ്ധരായി മാറി. ഇറാൻ ഇറാഖ് യുദ്ധമാണ് ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ വൈകാരിക അടിത്തറ ഭദ്രമാക്കിയത് എന്ന് പറയാം. ഖൊമേനിയെ രക്ഷിച്ച യുദ്ധം. ലക്ഷക്കണക്കിന് മനുഷ്യരാണ് യുദ്ധത്തിൽ മരിച്ചത്. ഭരണകൂടം ഇറാനിയൻ ഷിയാക്കളുടെ രക്തസാക്ഷിത്വം പവിത്രമായ ഒന്നായി ഉയർത്തിക്കാട്ടി. ടെഹ്റാനിലെ റോഡുകൾക്ക് രക്തസാക്ഷികളുടെ പേര് നൽകി. എണ്ണമില്ലാത്ത മരണങ്ങളെ നന്നായി മുതലെടുത്ത ഒന്നായിരുന്നു വിപ്ലവാനന്തരം സൃഷ്ടിക്കപ്പെട്ടത്.
1990-കളായപ്പോൾ ഇറാൻ ജനസംഖ്യാ നിയന്ത്രണ പരിപാടികൾ നടപ്പിലാക്കിയെങ്കിലും പിന്നെ അത് നീക്കം ചെയ്തു. നിലവിൽ ഇറാനിൽ കൂടുതൽ കുട്ടികൾ വേണമെന്നാണ് ഭരണകൂടം ആഗ്രഹിക്കുന്നത്. സാമ്പത്തിക സമ്മർദ്ദവും നഗരവൽക്കരണവും മൂലം ജനങ്ങൾ ഇതിനോട് യോജിക്കുന്നില്ല. സാമ്പത്തിക ഉപരോധങ്ങളും പണപ്പെരുപ്പവും മൂലം കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി ഇറാനിലെ മധ്യവർഗം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. അധ്യാപകരും എഞ്ചിനീയർമാരും ഡോക്ടർമാരും രാജ്യം വിട്ടു. 1979 ശേഷം 42 ലക്ഷം അഭ്യസ്തവിദ്യരായ ഇറാനികളാണ് വിദേശത്തേക്ക് കുടിയേറിയത്. ഈ ബ്രെയിൻ ഡ്രെയിൻ വിപ്ലവത്തിന് നൽകേണ്ടി വന്ന വലിയ വിലയാണ്. ലോകം ഓൺലൈനിലേക്ക് മാറിയപ്പോൾ ഇറാനും അത് പിന്തുടർന്നു, ജാഗ്രതയോടെ തന്നെ. 2011 ഇറാൻ സൈബർ പോലീസായ ഫാറ്റ സ്ഥാപിച്ചു. സോഷ്യൽ മീഡിയ നിരീക്ഷിക്കുക, ഓൺലൈൻ ആക്ടിവിസം ട്രാക്ക് ചെയ്യുക, ഇന്റർനെറ്റിൽ ഇസ്ലാമിക മൂല്യങ്ങൾ നടപ്പിലാക്കുക, വ്ളോഗർമാരെയും ഇൻഫ്ലുവൻസർമാരെയും അഡ്മിന്മാരെയും അറസ്റ്റ് ചെയ്യുക തുടങ്ങിയവയാണ് ഫാറ്റയുടെ ജോലി. മതപ്രസംഗങ്ങളെക്കാൾ വേഗത്തിൽ ട്വീറ്റുകൾക്ക് ആളുകളെ സംഘടിപ്പിക്കാൻ കഴിയുമെന്ന് ഭരണകൂടം മനസ്സിലാക്കി. ലഘുലേഖകളെക്കാൾ വേഗത്തിൽ ഹാഷ്ടാഗുകൾ അവരെ ഭയപ്പെടുത്തി. VPNകൾ ജീവിതരേഖകളായി മാറി. ഇൻസ്റ്റഗ്രാം പ്രതിഷേധമായി മാറി. ടെലിഗ്രാം അവിടുത്തെ അണ്ടർഗ്രൗണ്ട് പ്രസ്സായി. ലൈക്കുകളും കമന്റുകളും പ്രൈവറ്റ് ചാറ്റുകളും ഫാറ്റ നിരീക്ഷിക്കുന്നുണ്ട്. സ്ക്രീൻ ഇനിയൊരു വിൻഡോയല്ല, അതൊരു കണ്ണാടിയാണ്. ഇറാനിൽ സഞ്ചാര സ്വാതന്ത്ര്യവും നിബന്ധനകൾക്ക് വിധേയമാണ്. യാത്രാവിലക്കുകൾ, എക്സിറ്റ് ബാൻസ് മുന്നറിയിപ്പില്ലാതെ ഏർപ്പെടുത്തും. ഒരു മാധ്യമപ്രവർത്തകൻ വിമാനത്താവളത്തിലെത്തുന്നു, പാസ്പോർട്ട് സ്കാൻ ചെയ്യുന്നു. നിങ്ങൾക്ക് പോകാൻ അനുവാദമില്ല എന്ന സന്ദേശമായിരിക്കും ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ നൽകുക. കോടതി ഉത്തരവുകളൊന്നും കാണിക്കില്ല. സമയപരിധി വിശദീകരിക്കില്ല. കലാകാരന്മാർ, കായിക താരങ്ങൾ, അക്കാദമിക് വിദഗ്ധർ എന്നിങ്ങനെ ആയിരക്കണക്കിന് പേർ ഇറാൻ എന്ന വലിയ തടവറയിൽ കുടുങ്ങിക്കിടപ്പുണ്ട്. നിങ്ങളുടെ ശരീരം ഭരണകൂടത്തിൻ്റെതാണ് എന്ന സന്ദേശം മതപോലീസ് നൽകുന്നു. എല്ലാ നിയന്ത്രണങ്ങൾക്കിടയിലും ഇറാൻ പലതവണ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. 2009 ഗ്രീൻ മൂവ്മെന്റ്, 2019 ഇന്ധനവില വർധനയ്ക്കെതിരെയുള്ള പ്രതിഷേധം, 2022 മഹ്സ അമിനിയുടെ മരണത്തിന് ശേഷം നടന്ന സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള പ്രക്ഷോഭം. ഓരോ തരംഗത്തെയും ഭരണകൂടം കൂടുതൽ കരുത്തോടെ നേരിട്ടു. ഇന്റർനെറ്റ് ഷട്ട്ഡൗണും കൂട്ടറസ്റ്റുകളും വെടിവെപ്പുകളും കൊണ്ട്. ഇസ്ലാമിക ഭരണത്തിന് മുമ്പ് ഇറാന്റെ സമ്പദ്വ്യവസ്ഥയിൽ പോരായ്മകളും അസമത്വങ്ങളും ഉണ്ടായിരുന്നെങ്കിലും ഒരു പരിധിവരെ പ്രൈവറ്റ് സെക്ടർ നിയന്ത്രണത്തിലായിരുന്നു. അത് പാശ്ചാത്യ വിപണികളുമായി കണക്റ്റഡ് ആയിരുന്നു. ഇസ്ലാമിക് റിപ്പബ്ലിക് പുതിയൊരു വാഗ്ദാനമാണ് നൽകിയത്: കൂടുതൽ ധാർമ്മികവും ശുദ്ധവുമായ ബിസിനസ്. ഏത് യുദ്ധത്തിലും ആദ്യം മരിക്കുന്നത് സമ്പദ് വ്യവസ്ഥയാണ്. വിപ്ലവത്തിന് പിന്നാലെ സ്വകാര്യ മേഖലയിലെ വ്യവസായങ്ങൾ മുഴുവൻ ഭരണകൂടം ഏറ്റെടുത്തു. ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ, സ്റ്റീൽ, പെട്രോകെമിക്കൽസ് എല്ലാം. തലപ്പാവ് ധരിച്ച മത നേതാക്കൾ ഫാക്ടറികളുടെ തലപ്പത്ത് വന്നു. വിപ്ലവ ഭരണകൂടം ഇതിനെ റെസിസ്റ്റൻസ് എക്കോണമി എന്നാണ് അഭിമാനത്തോടെ വിളിച്ചു പറഞ്ഞത്. ഇതിന്റെ അനന്തരഫലമായി പരിചയസമ്പന്നരായ മാനേജർമാർ രാജ്യം വിട്ടു. വിദേശ പങ്കാളികൾ പിന്മാറി. മതപോലീസിന്റെ ക്ലിയറൻസ് ഇല്ലാതെ തീരുമാനങ്ങൾ വൈകി. ഫാക്ടറികൾ പ്രവർത്തിച്ചെങ്കിലും പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായില്ല. സമ്പദ് വ്യവസ്ഥ അതിജീവിച്ചു, പക്ഷേ വളർച്ച നിലച്ചു. വിപ്ലവത്തിന്റെ ഭാഗമായി ഉണ്ടായ മറ്റൊരു വിചിത്ര സമ്പ്രദായമാണ് ബോണിയാർഡ്സ്. ഫൗണ്ടേഷൻ എന്നാണ് ബോണിയാർഡ്സ് എന്ന പേർഷ്യൻ വാക്കിന്റെ അർത്ഥം. മതഭരണകൂടത്തിന്റെ പറച്ചിലിൽ ഇവ ഇറാനിലെ ദരിദ്രരെ സഹായിക്കാനുള്ള ചാരിറ്റബിൾ ഫൗണ്ടേഷനുകളാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുകൊണ്ടുവന്ന വിവരങ്ങൾ പ്രകാരം ഇവ വലിയ സാമ്പത്തിക സാമ്രാജ്യങ്ങളുമാണ്. ഷാ രാജാവിന്റെ അനുയായികളിൽ നിന്ന് പിടിച്ചെടുത്ത ഹോട്ടലുകളും സ്വകാര്യ കമ്പനികളും ഈ ഫൗണ്ടേഷനുകളുടെ കീഴിലാണ്. ഇന്ന് ഇറാന്റെ GDPയുടെ 20 മുതൽ 30% വരെ നിയന്ത്രിക്കുന്നത് ഇവരാണ്. അവർക്ക് പാർലമെന്റിനോട് മറുപടി പറയേണ്ടതില്ല. അവർ നികുതി നൽകാറില്ല. ആരും ഇത് ചോദ്യം ചെയ്യില്ല. വിപ്ലവത്തിന് പിന്നാലെ ആദ്യം അമേരിക്കയിൽ നിന്നും പിന്നീട് അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നും തുടർച്ചയായ ഉപരോധങ്ങൾ ഇറാൻ നേരിട്ടു. ഇവ നേരിടാൻ അവർ മറ്റൊരു വഴി കണ്ടെത്തി. ലോകമെമ്പാടും ഇറാന്റെ കള്ളക്കടത്ത് ശൃംഖലകളും ഇടനിലക്കാരും സജീവമായി. ഇറാന്റെ വ്യാപാരത്തെ അഴിമതിയുടെ ചെളിക്കുണ്ടാക്കിയത് ഈ കങ്കാണിമാരാണ്. 1979 ഒരു $1 70 ഇറാനിയൻ റിയാലായിരുന്നു മൂല്യം. ഇന്ന് ഒരു അമേരിക്കൻ ഡോളർ കിട്ടണമെങ്കിൽ 11 ലക്ഷം ഇറാനിയൻ റിയാൽ നൽകണം. ഇത് വെറും മൂല്യത്തകർച്ചയല്ല, വിശ്വാസ തകർച്ചയാണ്. സാധാരണ ഇറാനികൾക്ക് പണപ്പെരുപ്പം ഒരു ദൈനംദിന ഉത്കണ്ഠയാണ്. ഇന്നലെ 10,000 റിയാലിന് വാങ്ങിയ റൊട്ടി ഇന്ന് വാങ്ങാൻ ചെല്ലുമ്പോൾ 1 ലക്ഷം റിയാലാവുന്ന ഉത്കണ്ഠ. വിപ്ലവാനന്തരം സ്വാതന്ത്ര്യം എന്ന് സംസാരിച്ചെങ്കിലും ഇറാൻ എണ്ണ ഉപേക്ഷിച്ചില്ല. എണ്ണവില കൂടുമ്പോൾ രാജ്യം ഒന്ന് ശ്വാസമെടുക്കും. കയറ്റുമതി തടസ്സപ്പെടുമ്പോൾ ബജറ്റ് തകരും. എണ്ണയിൽ നിന്നുള്ള വരുമാനമുള്ളതുകൊണ്ട് നികുതി പരിഷ്കരിക്കാനോ സ്വകാര്യ മേഖല ശക്തിപ്പെടുത്താനോ ഭരണകൂടം കാര്യമായി ശ്രമിച്ചില്ല. വിപ്ലവത്തിന് ശേഷം ലോകം എങ്ങനെ ഇറാനെ സ്വീകരിച്ചു എന്ന് നോക്കാം. വാഷിംഗ്ടണും മോസ്കോയും തമ്മിൽ ശീതയുദ്ധം എന്ന പേരിൽ വിഭജിക്കപ്പെട്ട ലോകത്ത് ഇറാൻ ഏകാന്തത തിരഞ്ഞെടുത്തു. അതായിരുന്നു അന്ന് അവർക്കറിയാവുന്ന നയതന്ത്രം. ഇസ്ലാമിക് റിപ്പബ്ലിക് അമേരിക്കയെ നിരസിച്ചു, സോവിയറ്റ് യൂണിയനെയും തള്ളിക്കളഞ്ഞു.
ഇറാനിയൻ ഇസ്ലാമിക് റിപ്പബ്ലിക് ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങളുടെയും ഹേതു ഈ നയതന്ത്ര ആത്മഹത്യയായിരുന്നുവെന്ന് വിദഗ്ധർ നിരീക്ഷിച്ചിട്ടുണ്ട്. അന്ന് എന്തിന്റെ പേരിൽ വിപ്ലവം നടന്നാലും പുതിയ രാജ്യങ്ങളെല്ലാം ഒരു രക്ഷാധികാരിയെ തിരഞ്ഞെടുത്തിരുന്നു. അല്ലാത്തവർ ചേരിയില്ല ചേരിയുടെ പക്ഷത്തേക്ക് പോയി. ഇറാൻ ഇതിനൊന്നും പോകാതെ ഒരു അന്താരാഷ്ട്ര പ്രിൻസിപ്പൽ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. പടിഞ്ഞാറുള്ളത് സാമ്രാജ്യത്വവാദികളാണ്, കിഴക്ക് നിരീശ്വരവാദികളായ കമ്മ്യൂണിസ്റ്റുകളും. വിപ്ലവ ഇറാന്റെ കണ്ണിൽ രണ്ടു കൂട്ടരും ധാർമ്മികമായി തകർന്നവരായിരുന്നു. ഇറാൻ ഒറ്റയ്ക്ക് നിൽക്കും, സഖ്യങ്ങളിലൂടെയല്ല, വിശ്വാസം, പ്രതിരോധം, ധിക്കാരം എന്നിവയിലൂടെ. കേൾക്കുമ്പോൾ ഇത് റൊമാൻറ്റിക്കാണ്, പ്രായോഗികമായി നരകവും. 1979 മുൻപ് ഇറാനും അമേരിക്കയും ഉറ്റ പങ്കാളികളായിരുന്നു. അമേരിക്കൻ ഉപദേശകർ ഇറാനിയൻ സേനയെ പരിശീലിപ്പിച്ചു. ടെഹ്റാനിൽ CIA സ്വാധീനം ആഴത്തിലുണ്ടായിരുന്നു. അമേരിക്കയുടെ ഇറാനിയൻ എണ്ണ താൽപ്പര്യങ്ങൾ തഴച്ചു വളർന്നു. പേർഷ്യൻ ഗൾഫിൽ വാഷിംഗ്ടണിന്റെ വിശ്വസ്തനായ കാവൽക്കാരനായിരുന്നു ഷാ. വിപ്ലവത്തിന് ശേഷം ആ ആത്മബന്ധം വെറുപ്പായി മാറി. അമേരിക്ക ഇനിയൊരു പങ്കാളിയല്ല, ഇന്റർഫേസിന്റെ, അപമാനത്തിന്റെ, മോഷ്ടിക്കപ്പെട്ട പരമാധികാരത്തിന്റെ അടയാളമായി മാറി. വിപ്ലവ നേതൃത്വം അമേരിക്കയെ ദ ഗ്രേറ്റ് സാത്താൻ എന്ന് വിളിച്ചു. ആ അനിശ്ചിതത്വത്തിൽ 1979 നവംബർ 4 ഇറാനിയൻ വിദ്യാർത്ഥികൾ ടെഹ്റാനിലെ US എംബസി ആക്രമിച്ചു. നയതന്ത്രജ്ഞരുടെ കണ്ണുകൾ മൂടിക്കെട്ടി, രേഖകൾ പിടിച്ചെടുത്തു. അമേരിക്ക ഇത് ഞെട്ടലോടെയും അപമാനത്തോടെയും രോഷത്തോടെയും നോക്കി നിന്നു. 444 ദിവസത്തേക്ക് 52 അമേരിക്കൻ പൗരന്മാരെയും അവർ ബന്ദികളാക്കി. ഇറാന് ഈ ബന്ദി പ്രതിസന്ധി ലാഭമായിരുന്നു. മിതവാദികൾ ഒറ്റപ്പെട്ടു, തീവ്രവാദികൾ മേധാവിത്വം നേടി. ഏറ്റുമുട്ടലുകൾ ഭരണകൂടത്തെ ശക്തിപ്പെടുത്തുമെന്ന് ഇറാൻ കരുതി. അതേസമയം ഇറാന് പുറത്ത് ആഘാതം മാറ്റാനാവാത്തതായിരുന്നു. നയതന്ത്ര ബന്ധങ്ങൾ തകർന്നു, സാമ്പത്തിക ഉപരോധങ്ങൾ ആരംഭിച്ചു. ഈ നിമിഷം മുതൽ US ഇറാൻ ബന്ധം വെറുമൊരു തർക്കമായിരുന്നില്ല, അതൊരു പ്രതികാരത്തിന്റെ കഥയായി മാറി. ഇന്നും തുടരുന്ന പ്രതികാര കഥ. 1979 മുൻപ് ഇറാൻ ഇസ്രായേലിനെ രഹസ്യമായി അംഗീകരിച്ചിരുന്നു. അവർ സാമ്പത്തികമായും സൈനികമായും സഹകരിച്ചു, ഇന്റലിജൻസ് വിവരങ്ങൾ കൈമാറി. വിപ്ലവത്തിന് ശേഷം ഇസ്രായേൽ അവർക്ക് ലിറ്റിൽ സാത്താനായി മാറി. ഇസ്ലാമിക് റിപ്പബ്ലിക് ഇസ്രായേലിന്റെ ലെജിറ്റിമസിയെ പൂർണ്ണമായും നിരസിച്ചു. ഇസ്രായേലിന്റെ നയങ്ങളെ മാത്രമല്ല, അവരുടെ നിലനിൽപ്പിനെ തന്നെ തള്ളിപ്പറഞ്ഞു. ഇറാൻ ഇസ്രായേലിനെ വിമർശിക്കുക മാത്രമല്ല ചെയ്തത്, അതിനെ എതിർത്തുകൊണ്ടാണ് ഇറാൻ അതിന്റെ വിദേശനയ ഐഡന്റിറ്റി കെട്ടിപ്പടുത്തത്. ഓരോ മിസൈൽ പരീക്ഷണവും, ഓരോ പ്രോക്സി ഗ്രൂപ്പും, ഓരോ പ്രസംഗവും എല്ലാ വഴികളും ജെറുസലേമിലേക്കായിരുന്നു. അതാണ് ഖൊമേനിക്ക് ഇസ്ലാമിക വിപ്ലവം ഒരിക്കലും ഇറാനിൽ മാത്രം ഒതുങ്ങാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നില്ല. വിപ്ലവം കയറ്റുമതി ചെയ്യാനുള്ള തങ്ങളുടെ ഉദ്ദേശം ഇറാൻ പരസ്യമായി പ്രഖ്യാപിച്ചു. ഇത് അയൽ രാജ്യങ്ങളെ ഭയപ്പെടുത്തി. രാജഭരണകൂടങ്ങൾ നിലനിൽപ്പിന് ഭീഷണി കണ്ടു. മതേതര ഭരണകൂടങ്ങൾ ആഭ്യന്തര തകർച്ചയെ ഭയപ്പെട്ടു. സുന്നി വരേണ്യവർഗം ഷിയ മുന്നേറ്റത്തെ ഭയപ്പെട്ടു. ഇറാൻ വിദേശത്തുള്ള ഷിയ പ്രസ്ഥാനങ്ങളെ പിന്തുണയ്ക്കാൻ തുടങ്ങി, രാഷ്ട്രീയമായും സാമ്പത്തികമായും സൈനികമായും. ലെബനനായിരുന്നു ഇറാന്റെ വലിയ പരീക്ഷണശാല. ലെബനനിലെ ആഭ്യന്തര യുദ്ധത്തിന്റെയും ഇസ്രായേൽ അധിനിവേശത്തിന്റെയും അരാജകത്വത്തിനിടയിൽ ഹിസ്ബുള്ളയെ ഇറാൻ സൃഷ്ടിച്ചെടുത്തു. വെറും മിലീഷ്യ മാത്രമായല്ല, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി. ഹിസ്ബുള്ള വിശ്വാസം, അച്ചടക്കം, സാമൂഹിക സേവനങ്ങൾ, സായുധ പ്രതിരോധം എന്നിവ സംയോജിപ്പിച്ചു. തങ്ങളുടെ വിപ്ലവം വിദേശത്ത് എങ്ങനെയായിരിക്കണം എന്ന് ഇറാൻ ആഗ്രഹിച്ചുവോ അതിന്റെ പൂർണ്ണ രൂപമായിരുന്നു ഹിസ്ബുള്ള. ഇറാൻ അതിന് ഫണ്ട് നൽകി, പരിശീലനം നൽകി, ആയുധം നൽകി. പകരമായി ഇറാന് വിലമതിക്കാനാവാത്ത ഒന്ന് ലഭിച്ചു: ഇസ്രായേൽ അതിർത്തിയിൽ നേരിട്ടുള്ള സാന്നിധ്യം. ഹിസ്ബുള്ള ഇറാന്റെ ഏറ്റവും വിജയകരമായ വിദേശനയ പദ്ധതിയായി മാറി. ഒരു വിശ്വസ്ത പ്രോക്സി, ഒരു ഡിറ്ററന്റ് മെസ്സേജ്. 1980 സദ്ദാം ഹുസൈൻ ഇറാനെ ആക്രമിച്ചു. തുടർന്ന് നടന്നത് 8 വർഷം നീണ്ട രക്തച്ചൊരിച്ചിലാണ്. കെമിക്കൽ വെപ്പൺസ്, കുട്ടിപ്പട്ടാളം, ഒന്നാം ലോകമഹായുദ്ധത്തെ അനുസ്മരിപ്പിക്കുന്ന ട്രെഞ്ച് വാർഫെയർ. ലോകം ഇറാഖിനെ പിന്തുണച്ചു. US, ഗൾഫ് രാജ്യങ്ങൾ, യൂറോപ്പ് എല്ലാവരും ഇറാനെതിരെ നിന്നു. എന്നിട്ടും ഇറാൻ അതിജീവിച്ചു. അതിജീവനം എല്ലാം മാറ്റിമറിച്ചു. യുദ്ധം സമൂഹത്തെ സൈനികവൽക്കരിച്ചു, ആഭ്യന്തര വിയോജിപ്പുകളെ ഇല്ലാതാക്കി. ഉപരോധത്തിന് കീഴിൽ എങ്ങനെ പ്രവർത്തിക്കാമെന്ന് ഇസ്ലാമിക് റിപ്പബ്ലിക് പഠിച്ചു. ആധുനിക ഇറാനിയൻ സൈനിക സിദ്ധാന്തം, ദ മിലിറ്ററി ഡോക്ട്രിൻ, ഇവിടെയാണ് ജനിച്ചത്. യുദ്ധാനന്തരം സിറിയൻ, ഇറാഖി മിലിഷ്യകൾ, യമനിലെയും ഗാസയിലെയും ഗ്രൂപ്പുകൾ എന്നിവരുമായി ഇറാൻ സഖ്യമുണ്ടാക്കി. ഈ ശൃംഖല പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് എന്നറിയപ്പെട്ടു. ഇത് നാറ്റോ പോലെയുള്ള ഒരു ഔദ്യോഗിക സഖ്യമായിരുന്നില്ല, വൈകാരികമായിരുന്നു, ഐഡിയോളജിക്കലായിരുന്നു. ഔദ്യോഗികമായി സമാധാനത്തിൽ തുടരുമ്പോൾ തന്നെ അധികാരം പ്രയോഗിക്കാൻ ഈ അച്ചുതണ്ട് ഇറാൻ അനുവദിച്ചു. ഇതിനിടെ ലോകം ഇറാനെക്കുറിച്ചും അതിന്റെ ആണവ സ്വപ്നങ്ങളെക്കുറിച്ചുമുള്ള ആശങ്കകൾ ആകാശത്തോളം എത്തിച്ചിരുന്നു. അമേരിക്കൻ പ്രൊപ്പഗാൻഡ അതിന് വളമിട്ടു. തങ്ങളുടെ ന്യൂക്ലിയർ പ്രോഗ്രാം സമാധാനപരമായ ആവശ്യങ്ങൾക്കുള്ളതാണെന്ന് ഇറാൻ തറപ്പിച്ചു പറഞ്ഞു. ലോകം ഇപ്പോഴും അത് വിശ്വസിച്ചിട്ടില്ല. ആണവ സാങ്കേതിക വിദ്യയ്ക്കായുള്ള പരിശ്രമം ഇറാന്റെ ഏറ്റവും അപകടകരമായ ചൂതാട്ടമായി മാറി. ഉപരോധങ്ങൾ സമ്പദ് വ്യവസ്ഥയെ തകർത്തു. പണപ്പെരുപ്പം കുതിച്ചുയർന്നു. സാധാരണ ഇറാനികളാണ് അതിന്റെ വില നൽകിയത്.
ഇറാനും പടിഞ്ഞാറും തമ്മിൽ അനുരഞ്ജനത്തിന്റെ പാതയിലേക്കെത്തിയ JCPOA ആണവ കരാർ ചെറിയ ആശ്വാസം നൽകിയെങ്കിലും പിന്നീട് അതും തകർന്നു. വിശ്വാസം വീണ്ടും ഇല്ലാതായി. ഇവിടെയാണ് ഇറാനെതിരെയുള്ള സൗദി അറേബ്യയുടെ പ്രോക്സി വാർ ആരംഭിക്കുന്നത്. ഷിയാക്കൾ സുന്നികളോടും വിപ്ലവം രാജഭരണത്തോടും പ്രതിരോധം സ്ഥിരതയോടും മല്ലിട്ടു. അവർ നേരിട്ട് പോരാടുന്നത് അപൂർവമായിരുന്നു. പകരം യമൻ, സിറിയ, ഇറാഖ് എന്നിവിടങ്ങളിലെ യുദ്ധങ്ങളിലൂടെയും ലബനനിലെ സ്വാധീനത്തിലൂടെയും ഏറ്റുമുട്ടി. ഈ വൈരാഗ്യം മിഡിൽ ഈസ്റ്റിനെ മറ്റെന്തിനേക്കാളും സ്വാധീനിച്ചു. ഇസ്ലാമിനെക്കുറിച്ചുള്ള രണ്ട് കാഴ്ചപ്പാടുകളും, നേതൃത്വത്തിലേക്കുള്ള രണ്ട് പാതകളും, നാശത്തെക്കുറിച്ചുള്ള രണ്ട് ഭയങ്ങളും ഇറാൻ നയിക്കുന്ന സഖ്യത്തെ ഭയത്തിന്റെ അച്ചുതണ്ടാക്കി. 2025 ജൂൺ 21 രാത്രി അമേരിക്ക പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇറാന്റെ മണ്ണിൽ നേരിട്ടുള്ള വ്യോമാക്രമണം നടത്തി. ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്ന് പേരിട്ട ആക്രമണം ആഗോള ജിയോപൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിൽ വലിയ പ്രകമ്പനമുണ്ടാക്കി. ഇറാന്റെ ന്യൂക്ലിയർ ഇൻഫ്രാസ്ട്രക്ചറിനെയാണ് അമേരിക്ക ലക്ഷ്യം വെച്ചത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം നടന്ന ഈ ഓപ്പറേഷൻ ഇറാനിലെ ഭരണമാറ്റത്തിനു വേണ്ടിയുള്ളതല്ലായിരുന്നു, മറിച്ച് ഇറാന്റെ ന്യൂക്ലിയർ ബ്രേക്ക്ഔട്ട് കേപ്പബിലിറ്റികളെ ഇല്ലാതാക്കാനുള്ള സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു. 2025 തുടക്കത്തോടെ ഒന്നിലധികം ന്യൂക്ലിയർ ബോംബുകൾ നിർമ്മിക്കാൻ ആവശ്യമായ 60% എൻറിച്ച്ഡ് യുറേനിയം ഇറാൻ ശേഖരിച്ചതായി ഇന്റലിജൻസ് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ജൂൺ പകുതിയോടെ ഇസ്രായേലും ഇറാനും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലുകളെ തുടർന്ന് തങ്ങളുടെ സ്ട്രാറ്റജിക് പേഷ്യൻസ് അവസാനിച്ചതായി ട്രംപ് ഭരണകൂടം വിധിച്ചു. 15 വർഷത്തെ ആസൂത്രണത്തിന് ശേഷമാണ് ഈ മിഷൻ അമേരിക്ക നടപ്പിലാക്കിയത്. ഫോർഡോ, നതാൻസ്, ഇസ്ഫഹാൻ എന്നീ 3 പ്രധാന കേന്ദ്രങ്ങളെ പൂർണ്ണമായും നശിപ്പിക്കുക എന്നതായിരുന്നു ട്രംപിന്റെ ദൗത്യം. 2025 ഡിസംബർ അവസാനത്തോടെ ഇറാൻ 1979 ശേഷം നടന്ന ഏറ്റവും വലിയ പ്രക്ഷോഭം കണ്ടു. തകർന്നടിഞ്ഞ സമ്പദ് വ്യവസ്ഥയ്ക്കെതിരെയുള്ള പ്രതിഷേധമായി തുടങ്ങിയ പ്രക്ഷോഭം പിന്നീട് വലിയൊരു പൊളിറ്റിക്കൽ ഡിസ്കണ്ടന്റായി മാറി. ടെഹ്റാൻ, ഇസ്ഫഹാൻ, ഷിറാസ്, ടബ്രീസ് തുടങ്ങിയ പ്രധാന നഗരങ്ങളിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തി. അവർ ആവശ്യപ്പെട്ടത് പണപ്പെരുപ്പം കുറയ്ക്കാൻ മാത്രമല്ലായിരുന്നു. അരനൂറ്റാണ്ട് തങ്ങളെ ഭരിച്ച സിസ്റ്റത്തിന്റെ ലെജിറ്റിമസിയെ അവർ ചോദ്യം ചെയ്തു. അവർ പറഞ്ഞത് ഇനി മതിയാക്കാനാണ്. അവരങ്ങനെ പറയുന്നതിന് കാരണമുണ്ട്. 2025 ഇറാന്റെ സാമ്പത്തിക വ്യവസ്ഥ ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതാനുഭവമാണ്. പണപ്പെരുപ്പം 50%-ലധികം വർദ്ധിച്ചു. ഇറാനിയൻ റിയാൽ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് പതിച്ചു. ധാന്യങ്ങളും ഇറച്ചിയും പാലും അടക്കമുള്ള അടിസ്ഥാന സാധനങ്ങളുടെ വില സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായി. തൊഴിൽ നഷ്ടപ്പെട്ട, പർച്ചേസിംഗ് പവർ നിരന്തരം ചോർന്നു പോകുന്ന ഇക്കണോമിക് സ്പൈറലിൽ ഇറാനികൾ കുടുങ്ങിപ്പോയി. പതിറ്റാണ്ടുകളായുള്ള ഉപരോധങ്ങൾ, പൗരോഹിത്യത്തിന്റെ സേവ പിടിച്ചു നടന്ന അഴിമതികളും കെടുകാര്യസ്ഥതയും സുസ്ഥിരമായ വികസനത്തിന്റെ അഭാവവും മൂലം പെട്രോൾ പമ്പുകളും ഓയിൽ കിണറുകളും രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് പകരം യുദ്ധത്തിനും സെക്യൂരിറ്റി സ്പെൻഡിങ്ങിനും വേണ്ടിയുള്ള സ്രോതസ്സുകളായി മാറി. 2026 ജനുവരി തുടക്കത്തിൽ ഇറാനിയൻ ഗവൺമെന്റ് ആഴ്ചകളോളം നീണ്ടുനിന്ന പൂർണ്ണമായ ഇന്റർനെറ്റ് ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തി. കണക്ഷനുകൾ വിച്ഛേദിച്ച് ഭാവിയെ നിശബ്ദമാക്കാനുള്ള ഭരണകൂടത്തിന്റെ ശ്രമം. 2025 ഡിസംബർ മുതൽ 2026 ജനുവരി വരെ ഇറാനിയൻ സെക്യൂരിറ്റി ഫോഴ്സ് നടത്തിയ ക്രാക്ക് ഡൗൺ ആധുനിക ഇറാനിയൻ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ഒന്നാണ്. 36,000 ഇറാനികളെയാണ് സൈന്യം കൊന്നുകളഞ്ഞത്. ഇറാൻ റോസാപ്പൂക്കളും മുള്ളുകളും നിറഞ്ഞൊരു പൂന്തോട്ടമാണ്. പുരാതന സാമ്രാജ്യങ്ങളാലും ആധുനിക പ്രക്ഷോഭങ്ങളാലും നെയ്തെടുത്ത പട്ടുകമ്പളമാണ്. ഹാഫിസിന്റെയും റൂമിയുടെയും കവിതകൾ പ്രതിധ്വനിക്കുന്ന അതേ തെരുവുകളിൽ ഇന്ന് സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും ഭക്ഷണത്തിനു വേണ്ടിയുമുള്ള നിലവിളികളാണ്. അപ്പോഴും ഇറാന്റെ പാത നീളുന്നത് പരിഷ്കരണത്തിലേക്കോ പുതിയ വിപ്ലവത്തിലേക്കോ എന്നത് ഇപ്പോഴും പൂർത്തിയാകാത്ത ഒരു കവിതയായി അവശേഷിക്കുന്നു.